പോടാ കാല. അവൾ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ചവിട്ടിത്തള്ളി മുൻപിലേക്ക് നടന്നു. എടി വൈകെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. അവൻ അവളുടെ പുറകെയും വെച്ച് പിടിച്ചു. എനിക്കൊന്നും കേൾക്കണ്ട, അല്ലെങ്കിലും എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ വേണ്ട. അവൾ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. എടി വൈകെ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തട്ടി നിന്നു. എന്താ നിന്റെ പ്രശ്നം? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. നിങ്ങൾക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ അറിയാം അല്ലേ? ഈ പാവം ഞാൻ ഒരുങ്ങിക്കെട്ടി വന്നിട്ട് ഒരു വാക്ക് നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞോ? അവളെ കണ്ടപ്പോൾ എന്തായിരുന്നു? അവൾക്ക് കൈ കൊടുക്കുന്നു, യാത്ര അയക്കുന്നു, കൊണ്ടുപോയി ഫുഡ് കഴിപ്പിക്കുന്നു. ഹോ! അവൾ മുഖം കോട്ടി പറഞ്ഞതും അവൻ അവളെ ചെറുചിരിയോടെ ഇടുപ്പിൽ പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തിരുന്നു. എടി വൈക, അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വിളിച്ചു. അവൾ പരിഭവം പോലെ അവനെ നോക്കാതെ മുഖം മാറ്റി. എടി നീ ഇങ്ങോട്ട് നോക്ക്. അവളുടെ ഇടുപ്പിൽ കരങ്ങൾ അമർത്തിക്കൊണ്ട് അവൻ ഒന്നുകൂടി വിളിച്ചു. അവൾ കണ്ണുകൾ ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. വൈക, അതെൻ്റെ ഫ്രണ്ടാണ് സൗമ്യ. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കോളേജിൽ ഒന്നിച്ച് പഠിച്ചത്. അവളിപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ദുബായിൽ ഹസ്ബൻഡിനോടൊപ്പം സെറ്റിൽഡാണ്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണെന്നറിയോ അവളെ ഞാനൊന്ന് കാണുന്നത്. അല്ലാതെ നീ കരുതുന്നത് പോലെ ഒന്നുമില്ല. എനിക്ക് നീ കഴിഞ്ഞേ ഉള്ളൂ മറ്റാരും. നിന്റെ സ്ഥാനത്തിന് മറ്റൊരു പെണ്ണിനെ ഞാൻ സങ്കല്പിക്കാനും പോകുന്നില്ല, കെട്ടാനും പോകുന്നില്ല. ഞാൻ നിന്നെ നല്ല അസലായിട്ട് കല്യാണത്തിന് വായി നോക്കിയിരുന്നു. നീ അതൊന്നും ശ്രദ്ധിക്കാത്തത് എൻ്റെ കുറ്റമാണോ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അരുമയായി പറഞ്ഞതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. നിനക്ക് ഒട്ടും കുശുമ്പും അസൂയയില്ല അല്ലേ? അവൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. എന്നെ മാത്രം നോക്കിയാൽ മതി, എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി. എന്നേക്കാൾ കൂടുതൽ ആരെയും കൺസിഡർ ചെയ്യുന്നതും കെയർ ചെയ്യുന്നതൊന്നും എനിക്കിഷ്ടമല്ല. അവൾ കുഞ്ഞുകുട്ടികൾ പരാതി പറയുന്നത് പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തു. എനിക്ക് നീ മാത്രമേ ഉള്ളൂ പെണ്ണെ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും വർഷം എൻ്റെ പെണ്ണിന് വേണ്ടി ആറ്റുനോറ്റ് കാത്തിരുന്നത്. അവൻ അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. സത്യം? അവൾ കുറുമ്പോടെ കണ്ണുകൾ ഉയർത്തി ചോദിച്ചു. സത്യം. അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചുംബിച്ചു. ശോഭിച്ച. വൈശു അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു. അവളുടെ ഒരു കൈയിൽ കൈകോർത്ത് പിടിച്ചിരിക്കുകയാണ് സോബി. അവൻ വിളിച്ചതിന് വിളി കേൾക്കുന്നത് പോലെ അവനൊന്ന് മൂളി. എത്ര പെട്ടെന്നാണല്ലേ നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായത്? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോട് പറയാൻ പേടിയായിരുന്നു. ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞാൽ നീ അതെങ്ങനെ എടുക്കുമെന്ന് അറിയില്ലല്ലോ. അവൻ്റെ വീട്ടിൽ വരുമ്പോഴൊക്കെ ഞാൻ നല്ലതുപോലെ നിന്നെ വായി നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് ആരും കാണാറില്ലെന്ന് മാത്രം. നീ പോലും. പിന്നെ എപ്പോഴൊക്കെയോ നീയും എന്നെ തിരിച്ചു നോക്കി തുടങ്ങി. അപ്പോൾ നിൻ്റെ കണ്ണുകളിൽ എന്തൊക്കെയോ മറഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനതൊരു തമാശയാണെന്നാണ് കരുതിയത്. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ ഞൊട്ടയിട്ടുകൊണ്ട് പറഞ്ഞു. ശരിക്കും ഞാനും വെറുതെ തന്നെയാണ് നോക്കിയത്. പക്ഷെ പിന്നീട് ഓരോ തവണയും സോബിച്ചനെ കാണുമ്പോൾ സോബിച്ചൻ എന്നെ നോക്കുമ്പോഴൊക്കെ ഈ കണ്ണുകളിൽ എവിടെയൊക്കെയോ ഒരു പ്രണയം എനിക്കും തോന്നിയിരുന്നു. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നിട്ട് വൈകിയോട് പറഞ്ഞു സോബിച്ചൻ എന്നെ ഇങ്ങനെ നോക്കുന്ന കാര്യം. അവൾ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പേർട്ടാണല്ലോ. നോട്ടം കൊണ്ട് പ്രണയം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ കഴിയും. അങ്ങനെ അവൾ എന്നോട് പറഞ്ഞു ഇനി കാണുമ്പോൾ അവൾ ശ്രദ്ധിച്ചോളാന്ന്. അവളോട് പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ അവളാണ് ശ്രദ്ധിച്ച് എന്നോട് പറഞ്ഞത്. സോബിച്ചൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട്, അല്ലാതെ എന്നെ ഇങ്ങനെ നോക്കില്ല, വെറും ഒരു വായ്നോട്ടമാണെന്ന് ആ നോട്ടം കണ്ടിട്ട് തോന്നുന്നില്ല എന്നൊക്കെ. പിന്നെ നോക്കി അന്ന് അവിടെ വെച്ച് എന്നോട് പറഞ്ഞു എന്നെ ഇഷ്ടമാണെന്ന്. സത്യം പറയാലോ, സോബിച്ചൻ എന്നോട് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ നോക്കി ഇരിക്കേ ഉള്ളായിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതെന്താ, നിന്റെ മനസ്സിലുള്ള ഇഷ്ടം നീ എന്നോട് തുറന്ന് പറയില്ലായിരുന്നോ? അത് കേട്ട് അവൻ സംശയത്തോടെ തിരികെ അവളോട് ചോദിച്ചു. ഏയ് ഇല്ല, ഒരിക്കലും ഞാൻ പറയില്ലായിരുന്നു. എനിക്ക് പറയാൻ നാണവാ. വൈകിയുടെ അത്രയും ധൈര്യമൊന്നും എനിക്കില്ല. ഞാനൊരു പാവപ്പെട്ടവളാണേ. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ പാവപ്പെട്ടവളെ ഇഷ്ടമായത്. ഞാൻ അവിടെയൊക്കെ വരുമ്പോൾ എപ്പോഴും നിന്നെ ശ്രദ്ധിക്കായിരുന്നു. വൈകിയുടെ നേരെ ഓപ്പോസിറ്റാണ് നീ. അവൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിനക്ക് ഒട്ടും ധൈര്യമില്ല. അവൾ എല്ലാവരോടും സംസാരിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ നീ അധികം സംസാരിക്കാറുമില്ല. അവർക്ക് ദേഷ്യമുണ്ടെങ്കിൽ നിനക്ക് ദേഷ്യമില്ല. അതെനിക്ക് മനസ്സിലായി. എനിക്ക് പണ്ടേ കുറച്ച് സൗമ്യതയുള്ള പെൺകുട്ടികളെ ഇഷ്ടം എന്ന് കരുതി അവളെ ഇഷ്ടമല്ലെന്നല്ല കേട്ടോ. എങ്കിലും നിന്നെപ്പോലെ സ്വഭാവമുള്ളവരോട് എനിക്ക് പ്രത്യേക കരുതലാണ്. ഒരു അയ്യോപ്പാവി പെണ്ണിനെ കെട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാ നിന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയത് പോലും. അതെന്താ, ഞാൻ വഴക്കുണ്ടാക്കിക്കൊണ്ട് വരില്ല എന്നുള്ള ധൈര്യമാണോ? അവനെ നോക്കി പുരികം പൊക്കി ചോദിച്ചു. അത്ര ആത്മവിശ്വാസമൊന്നും എനിക്കില്ല. എങ്കിലും നിന്നെക്കൊണ്ട് വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ കൂടി കൈചുറ്റി അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. രാത്രിയിൽ എന്തോ ആലോചനയോടെ ജനലിൻ്റെ അരികിൽ നിൽക്കുകയാണ് നേഹ. കുളിച്ചിട്ടിറങ്ങിയ അവൻ കാണുന്നത് പുറത്തേക്ക് നോക്കി എന്തോ ആലോചനയോടെ നിൽക്കുന്ന അവളെയാണ്. ഒരു പാൻറ്റും ബനിയനുമാണ് അവളുടെ വേഷം.
അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ഇടുപ്പിൽ കൂടി കൈ ചുറ്റി അവളുടെ കഴുത്തിലേക്ക് തൻ്റെ മുഖം അമർത്തി. കുളിച്ചോ? അവൾ ചിരിയോടെ ഒരു കൈയെടുത്ത് അവൻ്റെ കവിളിലേക്ക് വെച്ചുകൊണ്ട് അവനെ നോക്കാതെ തന്നെ ചോദിച്ചു. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് ഒന്നുകൂടി ചുണ്ടുകൾ ചേർത്തു. എന്താ ഇത്ര ആലോചന? ഇപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ നീ? അവൻ സംശയത്തോടെ എന്നാൽ കുറച്ച് കടുപ്പിച്ച് തന്നെ അവളോട് ചോദിച്ചു. ഒരിക്കലും അല്ല. ഞാൻ ഇച്ചായന് വാക്ക് വന്നതല്ലേ, ഇനി അതൊന്നും ഓർക്കില്ല എന്ന് അവൾ പറഞ്ഞതും അവനവളെ തിരിച്ചു നിർത്തി. പിന്നെ എന്താ ഈ മനസ്സിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്നത്? ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതം മാറി മറിയാൻ വെറും നിമിഷങ്ങൾ മാത്രം മതി അല്ലേ? അവൾ ഒരു പുഞ്ചിരിയോടുകൂടി അവനോട് ചോദിച്ചു. അതെ, അതിലെന്താ സംശയം? ഒരു പാവപ്പെട്ടവനെ പണക്കാരനാക്കാനും പണക്കാരനെ പാവപ്പെട്ടവനാക്കാനും ഒരേ ഒരു നിമിഷം മാത്രം മതി മോളെ. ആർക്കും ആരുടെ കാര്യത്തിലും ഒരു ഗ്യാരണ്ടി ഇല്ല. അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. വാ കിടക്കാം. നമ്മുടെ നല്ലൊരു ദിവസമായിട്ട് എന്തിനാ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പോകുന്നത്? നമുക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷവും കുഞ്ഞു ചിന്തകളും മാത്രം മതി. അവൻ പറഞ്ഞതും അവൾ ചിരിയോടെ തലയാട്ടി. അവൻ അവളെ കൂട്ടി കട്ടിലിനടുത്തേക്ക് നടന്നു. അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് അവൻ അവളുടെ മുഖം തൻ്റെ കൈകളിലെടുത്തു. നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. സ്വന്തമാക്കിക്കോട്ടെ ഞാൻ എൻ്റെ പെണ്ണിനെ, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും ചെറുപുഞ്ചിരിയോടെ അവളും തലയാട്ടി. അവൻ അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവളുടെ ചുണ്ടിൽ തൻ്റെ തള്ളവിരൽ കൊണ്ട് അവനൊന്ന് തഴുകി. അവൾ തൻ്റെ കണ്ണുകൾ കൂമ്പി അടച്ചു. അവൻ അവളുടെ അടുത്തേക്ക് മുഖമടുപ്പിച്ചു. അവൾ അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. ആദ്യമായി അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ പതിപ്പിച്ചു. സൗമ്യമായി തുടങ്ങിയ ഒരു ചുംബനം അവളും അത് ആസ്വദിച്ചു തുടങ്ങിയിരുന്നു. പതിയെ അത് ഗാഠമായ ചുംബനത്തിലേക്ക് വഴിമാറി. അങ്ങനെ തന്നെ അവളെ ചുംബിച്ചുകൊണ്ട് അവൻ കട്ടിലിലേക്ക് കിടന്നു. മുറിയിലെ ലൈറ്റുകൾ അണഞ്ഞു. ചെറു വെളിച്ചം മാത്രം അവിടെ തങ്ങി നിന്നു. ആ നിമിഷം അവളുടെ മനസ്സിൽ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു ചിന്തകളോ മറ്റാരുടെയെങ്കിലും മുഖങ്ങളോ ഒന്നും അവളെ തേടിയെത്തിയില്ല. അതൊന്നും അവൻ ഓർക്കാൻ സമ്മതിച്ചതുമില്ല. ഒടുവിൽ അത് അവരുടെ മാത്രം രാത്രിയായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. അവൻ അവളുടെ നെറ്റി മുതൽ താഴേക്ക് ചുണ്ടുകൾ പതിപ്പിച്ചു. കണ്ണിൽ, കവിളിൽ, താടിത്തുമ്പിൽ. അവൾ കണ്ണുകളടച്ചു തന്നെ അവയെ ഓരോന്ന് സ്വീകരിച്ചു. അവന്റെ കരങ്ങൾ അവളുടെ ഡ്രസ്സിനിടയിൽ കൂടി ഇടുപ്പിലെത്തി. അവിടെ അവളെ വേദനിപ്പിക്കാതെ ഒന്ന് പിടിച്ചുകൊണ്ട് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖമമർത്തി. അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അലഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ തലമുടിയിൽ വിരൽ കോർത്തുകൊണ്ട് അവൾ അവനെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അവളുടെ ശരീരത്തെ ഒട്ടും തന്നെ വേദനിപ്പിക്കാൻ ഡേവി ശ്രമിച്ചില്ല. പകരം അവളെ ചുംബിച്ചുണർത്തുകയാണ് അവൻ ചെയ്തത്. തലോടുകയാണ് ചെയ്തത്. സമയം കടന്നു പോകവേ അവൾ വിവസ്ത്രയായി മാറി. നാണം കൊണ്ട് അവൾ അവനെ നോക്കാതെ കിടന്നു. അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടി. എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഇതൊക്കെ. ഇനി ഒരിക്കലും നിന്നിൽ നിന്നും എനിക്കോ എന്നിൽ നിന്നും നിനക്കോ ഒരു മോചനം ഉണ്ടാവില്ല. അത്രയ്ക്കും ലഹരിയായി മാറി നീ എനിക്ക്. സ്വന്തമാക്കാൻ പോവുകയാണ് ഞാൻ എന്റെ മാത്രമായി. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അത്രയും പറഞ്ഞപ്പോ അവളുടെ കണ്ണുകളൊന്ന് നിറഞ്ഞിരുന്നു. അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവൻ അവളുടെ ഇടതുമാറിലേക്ക് കൈകൾ കൊണ്ടുവച്ചു. ആദ്യമായ ഒരു പുരുഷന സ്പർശനത്തിൽ അവളുടെ ശരീരം കോരിത്തെറിച്ചു. കണ്ണുകൾ തുറന്ന് അവൾ അവനെ നോക്കി. എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ മാറിലേക്ക് ചുണ്ടുകൾ ചേർത്തിരുന്നു. അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവന്റെ നഗ്നമായ പുറത്ത് തന്റെ നഖങ്ങളെ ആഴ്ത്തി. അവൻ അവളുടെ മാറിൽ ചുണ്ടുകൾ കൊണ്ട് തഴുകി. ആദ്യമായി അവളുടെ ശരീരത്തിൽ ഒരുതരം അനുഭവമുണ്ടായി. അവൾ അവന്റെ ശരീരത്തിൽ അമർത്തിപ്പിടിച്ചു. അവൻ അവളുടെ മാറിൽ നിന്നും താഴേക്ക് ചുണ്ടുകൾ പതിപ്പിച്ചു. അവളുടെ അണിവയറിൽ, തുടയിൽ, കാലിൽ, അങ്ങനെ അവളുടെ ശരീരം മുഴുവൻ അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവളുടെ ശരീരത്തിൽ അവന്റെ ചുണ്ടുകൾ എത്തിപ്പെടാത്ത ഒന്നും അവളിൽ അവൻ അവശേഷിപ്പിച്ചില്ല. സമയം കടന്നു പോകവേ നിറഞ്ഞ മനസ്സോടെ അവർ ഇരുവരും പരസ്പരം പ്രണയിക്കുമ്പോൾ, ഒന്നാകുമ്പോൾ ആ സന്തോഷത്തിൽ പ്രകൃതിയും കൂട്ടുനിൽക്കുന്നത് പോലെ പുറത്ത് മഴ പെയ്തു തുടങ്ങിയിരുന്നു. ഡെന്നിയുടെ പ്രണയത്തിന്റെ തീവ്രതയിൽ വിയർത്തൊലിച്ച് അവന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയാണ് അവന്റെ മാത്രം ഭദ്ര. ഇച്ചായ, അവൾ അവനെ ഒന്നുകൂടി ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചിണുങ്ങി. ഭദ്രെ, നീ ഓർക്കുന്നുണ്ടോ എന്നോട് പറഞ്ഞ വാക്കുകളൊക്കെ? അവൻ ചോദിച്ചതും അവൾ അവന്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി സംശയത്തോടെ അവനെ നോക്കി. എന്നെ തൊട്ടുപോകരുത്, തനിക്ക് എന്താണ് അവകാശം എന്നെ തൊടാൻ? അങ്ങനെ പല പല വാക്കുകൾ നീ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഇപ്പൊ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എന്നെ വെല്ലുവിളിച്ചിട്ട് ഇപ്പൊ ഈ കിടപ്പ് കിടക്കുന്നില്ലേ? അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി. ഇച്ഛ, അവൾ ചിണുങ്ങിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൊരുത്തി. അവന്റെ കരങ്ങൾ അവളുടെ നഗ്നമായ പുറത്തുകൂടി അലയുന്നത് അവൾക്കറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവൾ കപട ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്തായിച്ച ഉദ്ദേശം? അവൾ അവനെ നോക്കി പുരികം പൊക്കി. വിശക്കുന്നു, അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കും വിശക്കുന്നുണ്ട്, വാ നമുക്ക് താഴെ എന്തെങ്കിലും ആഹാരം ഇരിപ്പുണ്ടോ നോക്കാം. അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ തിരികെ അവന്റെ നെഞ്ചിലേക്ക് തന്നെ വന്ന് വീണു. എനിക്ക് ആവേശപ്പല്ല, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിൽ കരങ്ങൾ അമർത്തി. അവൾ ചിരിയോടെ അവന്റെ കഴുത്തിടുക്കിലേക്ക് മുഖവും അമർത്തി.
ഇച്ച അടങ്ങിക്കേ, ഞാൻ ഇപ്പൊ വിളിച്ചു പോവും. എന്നെ ഇവിടെ ശാരീരികമായിട്ട് പീഡിപ്പിക്കുകയാണെന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറയും. അവൾ കുറുമ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഓഹോ, നീ അങ്ങനെ വിളിച്ചു പറയോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഉവ്, പറയും, എല്ലാരോടും പറയും, മമ്മിയോട് ഉൾപ്പെടെ. അവൾ അവന്റെ കയ്യിൽ പിടിച്ച് മാറ്റിക്കൊണ്ട് പറഞ്ഞു. എങ്കിലേ എന്റെ പൊന്നു മുളോറക്കെ നിലവിളിച്ചൊന്ന് പറഞ്ഞേ, ഞാനൊന്ന് നോക്കട്ടെ. അവനും തിരികെ അവളെ വെല്ലുവിളിച്ചു. അവൾ എന്തോ പറയാനായിട്ട് വാതുറന്നതും അവൻ അവളുടെ ചുണ്ടിലേക്ക് തന്റെ ചുണ്ടുകൾ അമർത്തിയിരുന്നു. അതിനോടൊപ്പം അവന്റെ കരങ്ങൾ അവളുടെ മാറിലും അമർന്നു. ഒരു തവണ കൂടി അവൻ അവളെ സ്വന്തമാക്കുമ്പോൾ അവർ ഇരുവരുടെയും ചിരിയും കുറുമ്പും സ്നേഹവും പ്രണയവും എല്ലാം ആ 4 ചുവരിനുള്ളിൽ ഒതുങ്ങി നിന്നിരുന്നു. ഭദ്രേ, പതിയെ, പുറത്തുള്ളവരൊക്കെ കേൾക്കൂടി. അവൻ കുറുമ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഒന്ന് അടങ്ങി കിടക്കിച്ച, എനിക്ക് വയ്യ. അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അതൊന്നും കേൾക്കാതെ ഒരു പുഞ്ചിരിയോടുകൂടി അവൻ വീണ്ടും അവളെ സ്വന്തമാക്കുമായിരുന്നു.